നമുക്കറിയാവുന്ന പോലെ ഈ തൊപ്പി നിഹാദ് ആദ്യം ഒറ്റയ്ക്ക് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരുന്നിട്ട് ഒരു കുടിസ് മുറിയിൽ ഒരു വട്ടനെ പോലെ ഭ്രാന്തനെ പോലെ ഇരുന്ന് വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ നിഹാദ്. അതിനുശേഷം പുള്ളിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. അതായത് ഈ മലപ്പുറത്ത് എവിടെയോ പോയി ഒരു പാട്ട് പാടുന്നു, അത് വിവാദമാകുന്നു. അതിനുശേഷം ഇവൻ ചെല്ലുന്നിടത്തെല്ലാം വിവാദവും, തുറന്ന വിവാദം, ഇവനെ പോലീസ് സ്ട്രീം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതിനുശേഷം ഇയാൾക്കൊരു നല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്, നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആളൊരു മനുഷ്യൻ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഒരു 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 വ്യക്തി എന്നുള്ള നിലയിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഈ തൊപ്പി. അതിനുശേഷം തൊപ്പിയുടെ സംവിധാനം വലുതാകുന്നു. ആ തൊപ്പിയുടെ സംവിധാനത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകളാണ് മമ്മു, ഷമീർ, എൻ്റെ അറിവിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ആദ്യം അച്ചായൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. ആ കഥാപാത്രമൊക്കെ ചേർന്നാണ് ഈ ടീം സ്ട്രീമിംഗ് ആകുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഈ മമ്മുവും തൊപ്പിയൊക്കെ ചേർന്നു. ഭയങ്കര ഫണ്ണി ആയിരുന്നു ഇവരുടെ സ്ട്രീമിംഗ് ആണ്. ഞാനിവിടെ സ്ട്രീമിംഗ് ഒന്നിരുന്ന് കാണില്ലേ പോലും ചില സമയത്ത് ഈ ഫേസ്ബുക്കിലൊക്കെ വരുമല്ലോ ഇവരുടെ ക്ലിപ്പുകൾ വരുള്ളൂ. ആ ക്ലിപ്പുകളൊക്കെ ഇരുന്ന് കാണാറുണ്ട്. രസമാണ് കേട്ടോ. ചില സമയത്ത് ഡബിൾ മീനിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ പൈസ മുടക്കിയും പൈസ അയച്ചു കൊടുത്തും ഒക്കെ ഇരുന്ന് ഇവരുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ പോയിരുന്നുണ്ട്. ആ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഞാൻ മറന്നു, അതിൽ പോയിരുന്ന് ഇവരുടെ വീഡിയോസ് കാണുന്നത്. എന്തായാലും നിലവിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MRC ഗ്യാങ് അടിച്ചു പിരിഞ്ഞു. ഈ MRCയിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിൽ നിന്ന് അതായത് തൊപ്പി, ഷമീർ, മമ്മു, വേറെ 1-2 കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് സ്ട്രീം ചെയ്ത് എൻജോയ് ചെയ്തൊക്കെയാണ് ഈ പരിപാടി നടത്തുന്നത്. ഇപ്പോൾ തൊപ്പി ഒറ്റയ്ക്ക് സ്ട്രീം ചെയ്താലും അത് കാണാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ തൊപ്പി ഒറ്റയ്ക്ക് പരിപാടി ചെയ്താലും കാണാൻ ആളുകളുണ്ട്. ഇത് ഇവരുടെ കൂടെ, അതായത് തൊപ്പിയുടെ കൂടെ കൂടിയ ആളുകളാണ് ഈ ബാക്കി പറയുന്ന ഈ ഷമീർ ആയാലും അല്ലെങ്കിൽ മമ്മു എന്ന് പറയുന്ന ആളുകളൊക്കെ ആയാലും. മമ്മു ഒക്കെ പക്വത എന്ന് പറയുന്ന സാധനം 7 അയലത്തില്ലാത്ത ഐറ്റംസാണ്. എന്തായാലും ഇവന്മാരെയും തൊപ്പി കൂടെ കൂട്ടുന്നു, പുള്ളിയുടെ സ്ട്രീമിങ്ങിൻ്റെ ഭാഗമാക്കുന്നു. പുള്ളിയുടെ സ്ട്രീമിങ്ങിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ ഇവന്മാർക്ക് ഫെയിം കിട്ടുമല്ലോ. ഇപ്പോൾ ഇവന്മാർ കഴിഞ്ഞ ദിവസം ഈ ഷമീറും മമ്മുവും കൂടെ വെളിയിലോട്ട് വന്നിട്ട് ഇവന്മാർ പറയുകയാണ്, തൊപ്പി ഞങ്ങൾക്ക് 1 രൂപ പോലും തരുന്നില്ല, അവൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് സഹായിച്ചില്ല, ഇവന്മാരെ പോലെ അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുകയാണ്, തൊപ്പിയുടെ ഭാര്യ ഇവന്മാരോട് ഷഡ്ഡി ഇളക്കി കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് ഇവന്മാർ, തൊപ്പിയുടെ ഭാര്യയില്ല, തൊപ്പിയുടെ കാമുകി കേട്ടോ, തൊപ്പിയുടെ കാമുകി ഇവന്മാരോട് ഷഡ്ഡി കഴുകി കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ലൈവ് വന്നിട്ട് തൊപ്പി അങ്ങേയറ്റം തെറി പറയുന്നു, തൊപ്പിയെ അപമാനിക്കുന്നു, തൊപ്പി നന്മവരം കളിക്കേണ്ടതാണ്, ഇവൻ ശരിക്കും ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പൊതുവേ സൊസൈറ്റി ഇവന്മാരുടെ ഒരു ലൈവ് കഴിഞ്ഞപ്പം തൊപ്പിക്കെതിരായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇവന്മാരുടെ ക്ലിപ്സ് എങ്ങും വൈറലായി. എന്തായാലും ഇന്നലെ വൈകിട്ട് തൊപ്പി ഇതുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് ഒരു മറുപടി കൊടുക്കാനായിട്ട് തൊപ്പി വന്നിട്ടുണ്ടായിരുന്നു, സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ കണ്ടു. അപ്പം തൊപ്പി ഇവന്മാരെ അലക്കിക്കളഞ്ഞു. തൊപ്പി ഇവന്മാർ ആരാണെന്ന് ശരിക്കും പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന പോലെ ഇവന്മാരുടെ സകല ഉടായിപ്പും. തൊപ്പി പറയുന്നു ഇവന്മാർ ഡ്രഗ്സ് അടിക്കാറുണ്ടായിരുന്നു. അതായത് തൊപ്പിയുടെ വീട്ടിൽ, തൊപ്പി റെൻറ്റിനെടുത്തേക്കുന്ന വീട്ടിലാണ് ഇവന്മാർ താമസിക്കുന്നത്. ഇവന്മാർ തൊപ്പിയുടെ കൂടെ കൂടിയതാണ്. ആ വീടിനകത്ത് ഡ്രഗ്സ് കയറ്റാറുണ്ടായിരുന്നു. ഈ ഷമീറാന്ന് തോന്നുന്നു, ആരാന്ന് ഞാനത് വ്യക്തമായി എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാനത് പേര് പറയുന്നില്ല. ആരോ ഒരാൾ മറ്റാൾക്കാരെ ഡ്രഗ്സ് അടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അവിടെ സ്വവർഗരതി നടക്കുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. ഈ സ്വവർഗരതിയുടെയൊക്കെ വീഡിയോ പോലും തൊപ്പി ഔട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്രയേറെ മോശമായിട്ട് ആ വീഡിയോയിൽ ഇവർ ഇടപെടുന്നു. അപ്പം തൊപ്പി ഇതുമായിട്ട് ഒരു 3 മാസം മുമ്പ് ഇതുപോലത്തെ പണി ഇവന്മാർ ചതിക്കുക എന്നുള്ള രീതിയിൽ തൊപ്പി പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് ഇരുന്നത്. എന്തായാലും തൊപ്പിയുടെ വീട്ടിൽ കാണിച്ച് ഈ കൊള്ളരുതായ്മയെല്ലാം തൊപ്പിക്ക് ഇഷ്ടപ്പെടാതെ വരുമല്ലോ. തൊപ്പിയുടെ വീട്ടിൽ പോയിട്ട് ഇവന്മാർ തൊപ്പിയുടെ കൂടെ, തൊപ്പിയുടെ പിള്ളേരെ എന്ന് പറഞ്ഞാണല്ലോ തൊപ്പി നിർത്തുന്നത്. എൻ്റെ പിള്ളേരെന്നാണ് തൊപ്പി പറയുന്നത് കേട്ടോ. ആ കൂടെ നിന്നിട്ട് ഇവന്മാർ ഈ പണി കാണിക്കുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ വരുമല്ലോ. പുള്ളി ടോട്ടലി ഇവന്മാരുടെ പരിപാടിയിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഇവന്മാർ പറയുന്ന ഒരു ആരോപണം, തൊപ്പി ഇവന്മാരുടെ ഇവൻ്റെ ഷമീറിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പൈസ കൊടുത്തു. തൊപ്പി ഇതിൻ്റെ മറുപടി പറയുന്നത് അവൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഒരു സഹോദരൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ആ സ്ഥാനത്ത് നീ ചെയ്യാനായിട്ട് തൊപ്പി തയ്യാറായിരുന്നു എന്നും തൊപ്പി മറുപടി പറയുന്നുണ്ട്. ബേസിക്കലി ഞാൻ ഈ 2 ദിവസത്തെ ഇനിയും ഇതിൻ്റെ ബാക്കി വരുമല്ലോ, ഇന്നിപ്പം ഷമീറൊക്കെ അതിൻ്റെ ബാക്കി പറയാനായിട്ട് വരുമായിരിക്കും. എന്തായാലും ഈ 2 ദിവസം കഴിയുമ്പം എനിക്ക് തോന്നുന്നു തൊപ്പിയുടെ ഭാഗത്താണ് റൈറ്റ് എന്ന് തോന്നുന്നു. അതായത് തൊപ്പി അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഷമീർ എന്ന് പറയുന്ന മമ്മു എന്ന് പറയുന്ന പയ്യന് പണം അയച്ചു കൊടുത്തതിൻ്റെ, അവനൊന്നും കൊടുത്തിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്, അവൻ അയച്ചു കൊടുത്തതിൻ്റെ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന സാധനം തിന്നിട്ട് പല്ലിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇവന്മാരെല്ലാം കൂടെ തൊപ്പിക്കിട്ട് പണിയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ തൊപ്പിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കെല്ലാം സ്ട്രീമേഴ്സ് ആകാമല്ലോ, ഇവന്മാർക്കെല്ലാം ഫെയിം കിട്ടുമല്ലോ. അപ്പോൾ ഇവന്മാർക്കെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ട്രീം ചെയ്യാനായിട്ടും വീഡിയോകൾ ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുമല്ലോ. ആ ഒരു സാധനം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ആണിത്. അതായത് ഇവർ ഞാൻ പറയുന്നത് സ്ക്രിപ്റ്റഡ് ഫൈറ്റ് ആണെന്നല്ല, മറിച്ച് തൊപ്പിയെ തീർക്കുക അല്ലെങ്കിൽ തൊപ്പിയുടെ പേര് ഇവന്മാരുടെ ഫെയിം ഉണ്ടാക്കുക. ഇവന്മാർ ഇപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് പൈസ വരും, ഇവന്മാരുടെ ഫേസ് വാല്യൂ ആവും. അടുത്ത 2 ആഴ്ചത്തേക്ക് ഈ ഒരു കോൺട്രവേഴ്സി തന്നെയാണല്ലോ കേരളത്തിൽ കത്തി നിൽക്കാൻ പോകുന്നത്. അങ്ങനെ ഈ കോൺട്രവേഴ്സി അടുത്ത 2 ആഴ്ച കത്തി നിൽക്കുന്ന സമയത്ത് ഇവന്മാരുടെ ഫേസ് വാല്യൂവിനും ഇവന്മാർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനും ഇവന്മാർക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കും, ഇവന്മാർക്ക് പൈസ കിട്ടുമല്ലോ.
ഈ ഒരു ബേസിക് പരിപാടിയാണ് ഇവന്മാർ പയറ്റാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തൊപ്പിയുടെ അടുത്ത് വന്നുകൊണ്ടാണ് ഇവന്മാർക്ക് ഫെയിം കിട്ടിയത്. അല്ലെങ്കിൽ ഈ മമ്മു ആരാന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ, ഷമീർ ആരാന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? വേറെ ഒരുത്തന്നെ എന്തോ ബോട്ടിലൊക്കെ ഇരുന്ന് വള്ളത്തിലൊക്കെ ഇരുന്നെന്തൊക്കെ പറയാൻ കേട്ടു. അവനെ പറ്റിയൊക്കെ കുറേ അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുത്തൻ അവൻ്റെ വീട്ടിൽ വിളിച്ച് ഇവനെയൊക്കെ താമസിപ്പിച്ച് അവൻ്റെ ഫെയിമിൻ്റെ ഒരു പങ്കും കൊടുത്ത്, ഒരു പണിയും ചെയ്യാൻ കഴിവില്ലാത്തവന്മാർക്ക് കുറേ പണിയൊക്കെ പഠിപ്പിച്ചും കൊടുത്ത്, കുറേ പണിയെന്ന് പറഞ്ഞാൽ ഈ സ്ട്രീമിംഗ് പരിപാടിയുടെ ഭാഗമാക്കി ചിലവനും കൊടുത്തിട്ട് അവൻ്റെ വീട്ടിൽ കയറി ഡ്രഗ്സും അടിച്ച് അവൻ്റെ വീട്ടിൽ കയറി സ്വവർഗരതിയും ഉണ്ടാക്കി കഴിയുമ്പം അവൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഉത്തരവാദിത്വം ഇവനൊക്കെ ഇല്ലേ? കാണിക്കുന്നത് കൊള്ളരുതായ്മയല്ലേ? പിന്നെ ഇവന്മാർ പറയുന്നത് തൊപ്പി മദ്യപിക്കും, തൊപ്പി പറയുന്ന ഇവന്മാർ ഡ്രഗ്സ് അടിക്കുമെന്നോ? തൊപ്പി പറയുന്നത് തൊപ്പി മദ്യപിക്കുമെന്ന് തൊപ്പി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവന്മാർ പറയുന്നത് തൊപ്പി തിരിച്ചു പറയുന്നമാർ ഡ്രഗ്സ് അടിക്കുമെന്നോ? ആരെയും സഹിക്കൂ? നിങ്ങളോ ഞാനോ ആരെങ്കിലും ആയാലും നമ്മുടെ വീട്ടിലൊരുത്തം വന്നിട്ട് നമ്മളവനെ നമ്മുടെ ഔദാര്യം പറ്റി, ആ വീട് തന്നെയാണ് ഉപയോഗിക്കുക, ഔദാര്യം പറ്റി താമസിച്ചിട്ട് അവിടെ ഡ്രഗ്സ് ഉപയോഗിച്ച് ആരെങ്കിലും സഹിക്കുമോ? ഇത് തിന്നിട്ട് പല്ലിനിടയ്ക്ക് കയറിയിട്ട് ഇവന്മാർ കുത്തുന്നതാണ്. അത് എനിക്കറിയത്തില്ല. എന്തായാലും ഇവന്മാർ തന്നെ ഇവന്മാരുടെ മൈലേജിന് വേണ്ടി വീഡിയോ ഇട്ടു. ഇപ്പം തൊപ്പി തിരിച്ചു കൊടുത്തു. ഇവന്മാരുടെ മാനം പോയില്ലേ? എന്നാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇനിയിപ്പം തുടർന്ന് പോകുമല്ലോ. അപ്പം നമുക്ക് നോക്കാം.